ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ഓട്സും ബനാനയും വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഓവൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ എഗ്ഗോ ഓയിലോ അതുപോലെ പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഓട്സ് വെച്ചിട്ടുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ 250 ml കപ്പിൽ 2 കപ്പ് ഓട്സ് എടുക്കാം. ഒരു കടായി നന്നായിട്ട് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഓട്സ് ഇട്ട് കൊടുക്കാം. 250 ml കപ്പിൽ 2 കപ്പ് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഓട്സ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇൻസ്റ്റന്റ് ഓട്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് നേന്ത്രപ്പഴമാണ്. 3 അത്യാവശ്യം വലുപ്പത്തിലുള്ള നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം വേണം എടുക്കാനായിട്ട്. ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാനായിട്ട് പാടില്ല. നല്ല ഡ്രൈ ആയിരിക്കുന്ന ജാർ വേണം എടുക്കാനായിട്ട്. ഇതിലേക്ക് നമുക്ക് പഴം അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഓട്സ് നമ്മൾ റോസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. എല്ലാ പഴവും മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഓട്സ് ഇവിടെ നല്ല സ്മെല്ലൊക്കെ വന്ന് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് 1/2 കപ്പ് ഓട്സ് നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് ലാസ്റ്റിൽ ചേർക്കാനുള്ളതാണ്. 1/2 കപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ്. നമ്മൾ മിക്സിയുടെ ജാറിൽ പഴം അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 ചെറിയ കഷ്ണം കറുവാപ്പട്ട ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് തൈരാണ്. അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് നോക്കിയിട്ട് എടുക്കുക. 250 ml കപ്പിൽ 1/2 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിനായിട്ട് തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് ഹണി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പഴത്തിന് അത്യാവശ്യം മധുരം ഉണ്ടാവും. അപ്പോൾ ഈ ഹണിയും കൂടി ആവുമ്പോൾ കേക്കിന് നല്ല പാകത്തിനുള്ള മധുരമാണ് ഉണ്ടാവുക. കുറച്ചും കൂടിയും നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് തേൻ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ബട്ടർ കുറച്ച് തണവ് ഉണ്ടായിരുന്നതുകൊണ്ട് ഒന്ന് മെൽറ്റ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല ചൂടോട് കൂടി ഒഴിച്ചു കൊടുക്കരുത്. മെൽറ്റ് ആയതിനു ശേഷം ചെറിയ ചൂടുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുത്താലും മതി. 4 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. 2 നുള്ളു ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാതും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ 1-2 ചെറിയ പീസ് പഴത്തിന്റെ പീസ് അടിയാതെ കിടക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് എടുത്ത് മാറ്റാം. ഓട്സ് നന്നായിട്ട് ചൂടാറിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഓട്സ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഒരു അരിപ്പയിലൂടെ ഇട്ടിട്ട് വേണമെങ്കിൽ അരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് തന്നെയാണ് കൊക്കോ പൗഡറും ബേക്കിംഗ് പൗഡറും എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കാം.
ഇനി എല്ലാതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിന് പകരം അരിപ്പയിലിട്ട് അരിച്ചെടുത്താലും മതി. ഇത് കുറച്ച് സമയം ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം എല്ലാതും നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഓട്സ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന വേറൊരു കേക്കിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. എല്ലാതും ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് കൺസിസ്റ്റൻസി. അധികം ലൂസായിട്ട് പോവരുത്, അതുപോലെ അധികം തിക്കാവാനും പാടില്ല ബാറ്റർ. ഇനി ഇതിലേക്ക് നമുക്ക് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാം. ഞാനൊരു കൈപ്പിടി ചോക്കോ ചിപ്സ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓട്സും കൂടി ഇട്ട് കൊടുക്കാം. ഓട്സ് മുഴുവൻ ഇട്ട് കൊടുക്കുന്നില്ല, കുറച്ച് ബാക്കി വയ്ക്കുന്നുണ്ട്, ലാസ്റ്റിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഓട്സും ചോക്കോ ചിപ്സ് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഇത് ബേക്ക് ചെയ്യാനായിട്ട് ഒരു ട്രേ എടുക്കാം. ഞാനിവിടെ ഗ്ലാസിൻ്റെ ട്രേ ആണ് എടുത്തിട്ടുള്ളത്. സ്ക്വയർ ഷേപ്പിലുള്ളതാണ്. ഏത് ഷേപ്പിലുള്ളതായാലും കുഴപ്പമില്ല. അതിലേക്ക് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ല, അത് ഒഴിച്ചു കൊടുത്ത് സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ലെയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഗ്ലാസിൻ്റെ ടിൻ ആയതുകൊണ്ട് ഇത് ടാപ്പ് ചെയ്യുന്നില്ല. അലുമിനിയത്തിൻ്റെയോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെയോ ഒക്കെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 5-6 പ്രാവശ്യം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന് മീതെ കുറച്ച് ചോക്കോ ചിപ്സും നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓട്സ് കുറച്ച് ബാക്കിയുണ്ട്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ട്രേ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കും. ഇനി അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വെക്കുക. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു 50 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. ഒരു 40 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക സ്ക്വയർ വെച്ചിട്ട്. അപ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ കറക്റ്റ് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 50 മിനിറ്റോളം ഏകദേശം എടുത്തിട്ടുണ്ട് ഇത് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്കിത് പുറത്ത് വയ്ക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം ഇത് ഡീബൗണ്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഇങ്ങനത്തെ കേക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ. നമ്മൾ പുറത്ത് നിന്ന് കേക്കൊക്കെ വാങ്ങി കൊടുക്കുന്നതിനേക്കാളും ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഉണ്ടല്ലേ, നല്ല ടെക്സ്ചറൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ചോക്കോ ചിപ്സ് ഇട്ട് കൊടുത്തതിന് പകരം നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ റേസിൻസോ ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു.